മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തത്വങ്ങളൊന്നും വിലയിരുത്തണമെന്നല്ല, അതൊന്നും വിട്ടുവീഴ്ച വേണ്ട. പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ ആ ഒരു ജനറൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം എന്ത് വിശ്വസിക്കണം? ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ, കാഫറുകൾക്കെതിരെയുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ആയുധം വെച്ചും സൈനികോപകരണങ്ങളും യുദ്ധോപകരണങ്ങളും വെച്ചാണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം. ഇസ്ലാമിക രാജ്യങ്ങളിൽ പഠിപ്പിക്കണം. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ നാട്ടുകാരോട്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരെ പറ്റിക്കണം. പച്ച നുണ വിളിച്ചു പറയണം. എന്തുവാ എന്റെ പൊന്നു കെമാൽ പാഷ സാറേ, നാണമാവില്ലേ? ഇങ്ങനെ പൊതുജനത്തിന്റെ മുമ്പിൽ പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത വിശ്വാസ സംഹിതയാണെങ്കിൽ ഇട്ടിട്ട് പോണം മിസ്റ്റർ. ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും ജസ്റ്റിഫൈഡ് ആവാത്ത ഒരു വിശ്വാസ സംഹിതയാണെങ്കിൽ കളഞ്ഞിട്ട് പോണം. നുണ പറഞ്ഞ് സംരക്ഷിച്ചു നിർത്തേണ്ട ഒന്നാണ്. നാട്ടുകാരെ വഞ്ചിച്ചും പച്ചക്കള്ളം പറഞ്ഞും മാത്രം ഞമ്മന്റെ മതത്തെ സംരക്ഷിച്ചു നിർത്തിയാലേ നിൽക്കൂ എന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോണം.